ഇന്നത്തെ ലാസ്റ്റ് ദിവസമാണ്. അതുകൊണ്ട് നമുക്കിന്ന് കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പോണത് ലണ്ടൻ ടവർ കാണാനാണ്. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ടവർ ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ടാണ് ലണ്ടൻ ടവർ ഇരിക്കുന്നത്. ലണ്ടൻ ടവറിൽ ആക്ച്വലി ആദ്യം വരണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ കോഹിനൂർ കാണാലോ എന്നുള്ള ഒരേ ഒരു മോട്ടിവേഷൻ കാരണമാണ് ലണ്ടൻ ടവറിൽ കയറാമെന്ന് വിചാരിച്ചത്. എൻട്രൻസിൽ തന്നെ നല്ല ഭംഗിയുള്ള യൂണിഫോമൊക്കെ ഇട്ട് ടവറിൻ്റെ ഗാർഡ്സ് ഉണ്ടായിരുന്നു. അവർ ബിഫീറ്റേഴ്സ് എന്നാണ് പറയണത്. അങ്ങനെ നമ്മൾ മെല്ലെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് എല്ലാ ദിവസവും പ്രത്യേക സമയങ്ങളിൽ ഇവിടുത്തെ ബിഫീറ്റേഴ്സ് ഈ ടവറിൻ്റെ ഫുൾ ടൂറ് നമുക്ക് തരും. അപ്പം നമ്മളും വിചാരിച്ചു അവരുടെ കൂട്ടത്തിൽ കൂടാമെന്നുള്ളത്. അങ്ങനെ നമ്മൾ അവരുടെ അടുത്തേക്ക് പോയി. My name is AJ. I am one of the 32 yeoman warders, the beefeaters, that live and work here in the Royal Palace. So welcome to my beautiful home. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരായിരുന്നു നമ്മുടെ ബിഫീറ്റർ. ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് ജോളി ആയിരുന്നു കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് കോമഡി ആയിട്ടാണ് അവരോരോ ഹിസ്റ്ററി പറഞ്ഞത്. ലൈക്ക് ആൾക്കാരെ ടവർ ബേസിക്കലി പ്രിസണായിട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പ്രിസണിൽ എവിടെ നിന്നുള്ള ആൾക്കാരെ നിങ്ങൾ അവിടുത്തെ ആളാണോ എന്നാൽ നിങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഓരോ കോമഡി പറഞ്ഞിട്ടായിരുന്നു ഇവർ ഹിസ്റ്ററി പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ഒരു സ്പോട്ടിൽ നിന്ന് വേറെ സ്പോട്ടിലേക്ക് പോകുമ്പോൾ ഓരോ സ്പോട്ടിലുള്ള ഹിസ്റ്ററി അവർ പറയുന്നുണ്ടായിരുന്നു. ലൈക്ക് ആരാണ്, എന്തായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. So behind me is part of the inner defensive wall that was finished in 1220 and has the 13 towers that surround the Royal Palace. The wall itself stands at 50 feet high. Behind you is part of the outer defensive wall that was finished in the year 1280. In some parts this wall is 28 feet. ഞാനിത് ഒറിജിനലാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അടുത്ത് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു 3D ഡിസ്പ്ലേ ആണ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ബിഫീറ്ററിൻ്റെ കൂടെ തന്നെ നടന്നു. ഒരുപാട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ബിഫീറ്ററിൻ്റെ കൂടെ നടന്ന് എല്ലാ ഹിസ്റ്ററിയും കേട്ട് മനസ്സിലാക്കി വരുന്നതാണ് നല്ലത്. നമുക്ക് അവസാനത്തെ ദിവസം ആയതുകൊണ്ട് അത്ര സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബാക്കി നമ്മൾ സ്വന്തമായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് വേറെ തന്നെയായിട്ട് നടക്കാൻ തുടങ്ങി. യുദ്ധത്തിന് വേണ്ടിയിട്ടും പ്രിസണായിട്ടും വാച്ച് ടവറായിട്ടും പലതുമായിട്ടും ഈ ടവർ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് പല പല സാധനങ്ങൾ കാണാനുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് പ്രിസണേഴ്സിനെയൊക്കെ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെങ്ങനെയാണ് ഇതൊരു ഡിസ്പ്ലേ പീസായിട്ട് വയ്ക്കാൻ അവർക്ക് തോന്നുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈവൻ ആ സെറ്റപ്പ് പോലും ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് എങ്ങനെയാണ് ടോർച്ചർ ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു അതിന് യൂസ് ചെയ്തിരുന്ന മെഷീൻസ് പോലും ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടോർച്ചർ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി നമുക്ക് ടവറിൻ്റെ ഉള്ളിലെ ബാക്കി കാഴ്ചകൾ കാണാം.
അങ്ങനെ നടന്ന് ടവറിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു സോവനീർ ഷോപ്പ് എത്തി. എവിടെ പോയാലും ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും സോവനീർ വാങ്ങുന്ന ശീലം നമുക്കുണ്ട്. അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു കപ്പാണ് ഇവിടുന്ന് സോവനീറായിട്ട് വാങ്ങിയത്. സോവനീറൊക്കെ വാങ്ങി പുറത്തിറങ്ങിയപ്പോഴും കോഹിനൂർ കണ്ടില്ലല്ലോ എന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ചുറ്റും ഒന്ന് നോക്കിയപ്പം ക്രൗൺ ജ്വൽസ് എന്നെഴുതിയൊരു ബിൽഡിംഗ് കണ്ടു. നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അൺഫോർച്ചുനേറ്റ്ലി ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അതിൻ്റെ ഉള്ളിൽ അലൗഡ് ആയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ കോഹിനൂർ മാത്രമല്ല, വേറെ പല കിങ്സും ക്വീൻസും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അവരുടെ ക്രൗൺസും അവരുടെ ജ്വൽസും എല്ലാം ഈ റൂമിൻ്റെ അകത്തുണ്ടായിരുന്നു. അതുകൂടെ കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത നമുക്ക് പോകാനുണ്ടായിരുന്നത് ചൈന ടൗണിലാണ്. അവിടേക്ക് പോയതും നമ്മൾ ട്രെയിനിൽ തന്നെയാണ്. ചൈന ടൗൺ ഇപ്പോഴും എനിക്കൊരു അത്ഭുതമാണ്. UK ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ടെന്നുള്ളത് എനിക്ക് കണ്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ശരിക്കും ചൈനയിലെത്തിയ പോലെയായിരുന്നു. ഞാൻ ചൈനയിൽ പോയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഈച്ച് ആൻഡ് എവറി ഷോപ്പ് വാസ് ഫോർ ചൈനീസ് ഫുഡ് ഉണ്ടായിരുന്നു, ചൈനീസ് മെഡിസിൻ ഉണ്ടായിരുന്നു, ചൈനീസ് ക്ലോത്ത്സ് ഉണ്ടായിരുന്നു. എല്ലാം ചൈനീസ് അല്ലാതെ വേറൊരു കട ഞാനവിടെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ചൈന ടൗണിൽ വന്നിട്ട് ചൈനീസ് ബഫേ എങ്ങനെയാണ് കഴിക്കാതെ പോവാമെന്ന് വിചാരിച്ച് നമ്മൾ ലഞ്ച് ഇവിടെ നിന്നാക്കി. ഇന്നത്തെ ബാക്കി വിശേഷങ്ങൾ കാണണ്ടേ? അത് അടുത്ത വീഡിയോയിൽ കാണാം. Until the next video, it's bye from Shreyas.